ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദി ക്രിയേറ്റേഴ്സ് വിത്ത് അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഈവനിങ് ബീച്ച് വ്ളോഗാണ്. സോ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊല്ലം ബീച്ചിലേക്കാണ്. കഴിഞ്ഞ വെക്കേഷൻ ടൈം ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുള്ള ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ എന്തായാലും പോയി നമ്മുടെ ചാനലിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ ആലപ്പുഴ ബീച്ചിൽ പോയത് ഏർലി മോർണിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ വൈകുന്നേരമാണ് പോകുന്നത്. സോ അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടറിയാം ഒത്തിരി തിരക്കുണ്ടോ കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ല, ഇന്ന് സൺഡേ കൂടെയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. റോഡിലൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഫുള്ള് മഴയായിരുന്നു. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആകാശമൊക്കെ നല്ല ക്ലിയർ ആണ്. സോ അപ്പോൾ ഈ കൊല്ലം ഏരിയയിലൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അറിയാമല്ലോ ഈ ഏരിയയിലൊക്കെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടോയെന്ന്. സോ അപ്പോൾ നമ്മളിതേ കൊല്ലം ബീച്ചിലേക്ക് എത്താറായിട്ടുണ്ട്. സോ ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് നമ്മുടെ സൈഡിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബീച്ചിലേക്ക് പോവാം. അപ്പോൾ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ബീച്ചിൽ. രണ്ട് സൈഡും ഫുള്ള് വണ്ടികളാണ്. അപ്പോൾ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യുന്നില്ല, അത്ര തിരക്കാണ്. രണ്ട് സൈഡും നിറച്ച് വണ്ടികൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മളിതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് അവിടെ ഹാർബറും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അവിടെ ഒത്തിരി തിരക്ക് കാണാത്തത്. നമ്മൾ ബീച്ചിൻ്റെ മെയിൻ സൈഡിലേക്ക് ഇറങ്ങിയപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴയായിട്ടും ഇപ്പം നല്ല അത്യാവശ്യം ഒരു ക്ലിയർ ആയതുകൊണ്ട് തന്നെ നിറച്ച് ആളുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. സോ ഇപ്പോൾ ഈ ആകാശം മുഴുവൻ പട്ടങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ പട്ട ഏതാ പരുന്തേതാ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല, അത്ര പട്ടങ്ങളാണ്. എല്ലാവരും പട്ടം പറത്തിക്കൊണ്ടിരിക്കുകയാണ്, കാരണം നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ കാരണം ആവാം, നല്ല തിരയുണ്ടായിരുന്നു. കടൽ അത്ര ശാന്തമൊന്നുമല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നല്ല തിരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും ബീച്ചിലേക്ക് ഇറങ്ങുന്നൊന്നും നമ്മൾ കണ്ടില്ല. കുറച്ച് പേര് ഇറങ്ങും, എന്നാലും അവിടെ ഗാർഡും പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും തീരത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീരം ഫുൾ ബിസിയാണ്. കുറേ പേര് പട്ടം പറത്തുന്നു, കുറച്ച് പിള്ളേർ അവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ആളുകൾ സംസാരിച്ച് അവിടെ ഇരിക്കുന്നു. അതുപോലെ തന്നെ അവിടെ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരും പിന്നെ പട്ടം പറത്തുന്ന കുട്ടികളും അങ്ങനെ ഫുൾ ബിസിയാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് ബീച്ച് ഫുള്ള്. സോ അപ്പോൾ ആ കാണുന്ന ബോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഗാർഡിൻ്റെയും പോലീസിൻ്റെയും ബോട്ടാണ്. അതിവിടെ ഫുള്ള് ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും തിര കുറച്ച് അഗ്രസീവായാലോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ അവർ ഓൺ ദി സ്പോട്ട് ഇവരെ ഇൻഫോം ചെയ്യും. പിന്നെ ഫുൾ ബീച്ചിൻ്റെ എല്ലാ സൈഡും ഗാർഡ്സും പോലീസും ഉണ്ട്. അന്തരീക്ഷം ഏത് സമയത്ത് മോശമാകുന്നതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡുണ്ട് ബീച്ചിൽ ഇന്നത്തെ ദിവസം, അതുകൊണ്ടാണ്. സോ ഇപ്പം മെയ് പകുതി ആവാറായി. അപ്പോൾ ഇനി ജൂൺ ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും സ്കൂൾ ഓർക്കും. സോ അപ്പോൾ നിങ്ങളുടെ വെക്കേഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും പട്ടങ്ങളുടെ എണ്ണം നിറച്ചുകൂടി. ആകാശം ഫുള്ള് പട്ടങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. സോ അപ്പം ഞാൻ എൻ്റെ ആകാശത്തിലെ പട്ടങ്ങളുടെ അതുപോലെ തന്നെ ഇവിടെ കളിക്കുന്ന കുട്ടികളുടെ അങ്ങനെ കുറേ വീഡിയോകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്താണ് ആരും പ്രതീക്ഷിക്കാത്തൊരു തിര വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിന്ന സ്ഥലത്ത് വരെ കയറി വന്നു. അതുകൊണ്ട് എല്ലാവരെയും അവിടെ നിന്ന് കയറ്റി നിർത്തി. നമ്മൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയമായിരിക്കും തിര ശക്തമാവുന്നത്. അതുകൊണ്ടാണ് ഗാർഡ്സ് എല്ലാവരും അവിടെ നിൽക്കുന്നത്. ഇപ്പം ആകാശത്തേക്ക് നിറച്ച് കാർമേഘമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മഴ വരാനുള്ള അടിപൊളി ചാൻസ് കാണുന്നുണ്ട്. ഇപ്പം ആ സൈഡിൽ നിന്ന് ഗാർഡ്സും കൂടെ ഇവിടെ വന്ന് നിന്നു. ഇപ്പം തീരത്തേക്ക് കടലിലേക്ക് ആരെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല, എല്ലാവരും കയറ്റി നിർത്തി. ആദ്യം കുറച്ച് പേരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ.
ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ബീച്ച് പതുക്കെ ഉണർന്നു വന്നത് ഈ സമയമായപ്പോഴത്തേക്കുമാണ്. കുതിരകളും അതുപോലെ തന്നെ പല പല ആക്ടിവിറ്റീസൊക്കെ അവിടെ വന്നു. അതുകൊണ്ട് മഴയുടെ ഒരു ഇത് കാണുന്നതുകൊണ്ട് നമ്മളവിടെ നിന്ന് പോന്നു. ആ ഒരു ടൈമിൽ മഴ പെയ്തായിരുന്നെങ്കിൽ അവിടെ ഫുള്ള് പ്രശ്നമായേനെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ആൾക്കാർ ആ കടലിൻ്റെ ബീച്ചിൻ്റെ സൈഡിലുണ്ട്. അതുപോലെ തന്നെ കച്ചവടക്കാരും എല്ലാവരും അവരുടെ ഷോപ്സൊക്കെ ഓപ്പൺ ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം കുളമാവും. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈവനിങ് ബീച്ച് വ്ളോഗ്. സോ അപ്പോൾ ബീച്ച് വ്ളോഗ് ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോ വരുന്നവരേക്കും ഇറ്റ്സ് മീ വിശ്വജിത്ത് സൈനിങ് ഓഫ്.